ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഞാൻ ഇന്ന് ഒരു പിക്കിളിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഈ ക്യാരറ്റും മാംഗോയും വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു വെള്ള കളറിലുള്ളൊരു പിക്കിൾ റെഡിയാക്കി എടുക്കാം. ഒത്തിരി നാളായിട്ട് ഞാൻ വിചാരിക്കുമായിരുന്നു ഇങ്ങനെ ഒരു പിക്കിൾ ഉണ്ടാക്കണം. അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പം മാങ്ങ കൊണ്ടുവന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മാങ്ങ ഇങ്ങനൊന്ന് അച്ചാറിട്ടേക്ക്. ഈ സദ്യകളിലൊക്കെ വിളമ്പുന്ന ഒരു അച്ചാറാണ് ഇത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നമുക്കതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ ഇവിടെ മാങ്ങയുടെ തൊലി ഒന്ന് ജസ്റ്റ് കളഞ്ഞ്, ഒത്തിരി കളഞ്ഞിട്ടില്ല, ചെറുതായിട്ടൊന്ന് കളഞ്ഞ് അതിനെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും തൊലി കളഞ്ഞിട്ട് അതും നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിന് ഇവിടെ പച്ചമുളകാണ് എടുക്കുന്നത്. നമ്മൾ മുളക് പൊടിയൊന്നും ഇടുന്നില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് ആ ബൗളിലോട്ട് നമുക്ക് ഈ ക്യാരറ്റും മാംഗോയും പിന്നെ നമ്മുടെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലോട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതും ഒഴിക്കാം. എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിലേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാനത് ഒഴിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടെ അതിൻ്റെ അകത്തിലോട്ട് ഇട്ടിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഞാനിവിടെ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു, അതും പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി ഞാനിപ്പോൾ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള നോർമൽ വാട്ടർ ഉണ്ടല്ലോ, അതാണ് ഒഴിക്കുന്നത്. ഒരു ചെറിയ കപ്പിൽ ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിനീഗറും ഒഴിക്കുന്നുണ്ട്. അതും ഒരു 1/2 കപ്പ്, ചെറിയ കപ്പാണ്, 1/2 കപ്പ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഉപ്പ് ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ മാങ്ങയിലും ക്യാരറ്റിലും ഓൾറെഡി ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് ഇടുന്നുള്ളേ. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയും ക്യാരറ്റും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഈ പിക്കിളെന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പിക്കിളാണ്. ഇനി ഇത് നന്നായിട്ട് കിടന്നൊന്ന് വഴലട്ടെ. ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും അതിൻ്റെ ടേസ്റ്റ് ഫ്ലേവറൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുക്കാവേ. ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ. ഇനി എനിക്ക് ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പം ഒരു ലേശം ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നേരം ഇതിട്ട് വേവിക്കണ്ട, കാരണം നമ്മുടെ മാങ്ങ കാര്യമായിട്ടങ്ങ് വെന്ത് പോവും. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ചൊന്ന് വേവിച്ചിട്ട് ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവേ. നമ്മുടെ നാവിൽ വെള്ളം ഊറിക്കാൻ പറ്റിയ നമ്മുടെ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.